മൈക്രോസോഫ്റ്റ് എക്സലിന്റെ സ്വാഗതം. ഇതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ്. നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാം എന്ന ചെറിയ ഡീറ്റെയിൽസ്. നമ്മൾ ഡെസ്ക്ടോപ്പില് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ന്യൂവില് നേരെ പോയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ആ ഫയലിന്റെ പേര് ജസ്റ്റ് അടക്കും. ഞാനിവിടെ പ്രോ ഷീറ്റ് എന്ന് പേര് ടൈപ്പ് ചെയ്തു. ഇതിനെ ഡബിൾ ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവും. ഇതാണ് മൈക്രോസോഫ്റ്റ് എക്സലെ 365 ഓപ്പൺ ആയി കിടക്കുന്നത്. ഇതിൽ ഷീറ്റ് 1, ഈ ഷീറ്റ് 2 ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഷീറ്റ് 3, അങ്ങനെ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൽ നോക്കുന്നത് എങ്ങനെയാണ് 365 മറ്റുള്ള എക്സലിന് ഡിഫറെന്റ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. 365 ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇത് നമുക്കൊരു വൺ ഡ്രൈവ് എന്ന് പറയും, നമ്മള് ഗൂഗിൾ ഡ്രൈവ് പോലെ വൺ ഡ്രൈവ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ ഒരു ഡ്രൈവ് ആണ്. അതിലോട്ട് ഇത് ഓട്ടോമാറ്റിക് ഇത് സേവ് ആവും. ഇത് നമുക്ക് സേവ് ആക്കണം. ഓട്ടോ സേവ് എന്നുള്ളത് ഇപ്പോൾ ഓഫിലാണുള്ളത്. ഇത് നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കത് ഇവിടെ വരും. വൺ ഡ്രൈവ് പേഴ്സണൽ എൻ്റെ മെയിലിലാണത്, സിദ്ദീഖ് ഇൻഫോമി @gmail.com സേവ് ആവും. ഞാനിതിലോട്ട് സേവ് ആവും. ഇപ്പോൾ ആ ഫയല് ഇതിലോട്ട് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ വർക്ക് ബുക്ക്. ഇപ്പോൾ ഇവിടെ ഓൺ എന്ന ഓപ്ഷനാണ്. ഇനിയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് പ്രോ ഷീറ്റ് നടിച്ചു, പ്രോ ഷീറ്റ് നടിച്ചു, അതേപോലെ സിദ്ദീഖ്, അതേപോലെ ഒരു നമ്പർ ടൈപ്പ് ചെയ്തു, അതിൽ നമ്പറും ടെക്സ്റ്റും കൂടി ടൈപ്പ് ചെയ്തു. ഇതെല്ലാം ഞാനിപ്പോൾ എന്താക്കുന്നില്ല, സേവ് ചെയ്തിട്ടില്ല. ഇത് നേരെ എന്താക്കി ഞാൻ അവിടെ ക്ലോസ് ചെയ്തു. ഇപ്പൊ ഇത് എവിടെ സേവ് ആയത്? ഡെസ്ക്ടോപ്പിലല്ല സേവ് ആയിട്ടുള്ളത്. ഇത് മൈക്രോസോഫ്റ്റ് എക്സലിൽ തന്നെ വൺ ഡ്രൈവ് പേഴ്സണൽ പോയിട്ട് ഇത് സേവ്. ഇത് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോ ഷീറ്റ് 6 ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയല് അതിൽ ഓട്ടോമാറ്റിക്കോടെ സേവ് ആയി. ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതിനേറ്റവും ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ സിസ്റ്റം പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവുക, ബാറ്ററി ലോ ആയിട്ടൊക്കെ ഷട്ട് ഡൗൺ ആവുന്ന കേസിലൊക്കെ ഇത് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇത് ഓട്ടോമാറ്റിക് അവിടെ സേവ് ആയി കിടന്നുണ്ടാവും. ഇനി രണ്ടാമത്തെ ഒരു വേ, എങ്ങനെയാണ് ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ള രണ്ടാമത്തെ ഒരു വേ എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എക്സൽ എന്ന് ക്ലിക്ക് ആയി കഴിഞ്ഞാൽ നമുക്കത് ആ ഷീറ്റ് ഓപ്പൺ ചെയ്യും. ഒരു ബ്ലാങ്ക് ഷീറ്റ് ആയിരിക്കും. ഇത് എന്തായാലും വൺ ഡ്രൈവ് ആയിട്ട് നമ്മൾ കണക്ട് ആക്കിയിട്ടില്ല. കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോസേവിൽ സേവ് അടിച്ചത്. അപ്പൊ അതേപോലെ ഞാൻ ഇതിലൊരു ഡാറ്റ ഫീഡ് ചെയ്യണം. ഷീറ്റ് 2, 3 സിദ്ദീഖ്, അതേപോലെ 786 ഇങ്ങനെ ഡാറ്റാസ് ഞാൻ ജസ്റ്റ് ഇവിടെ അടിച്ചു. ഇനി നമുക്കത് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫയലിൽ പോവുക, സേവ് ആസ്. ഞാനിവിടെ ലൊക്കേഷൻ ഡെസ്ക്ടോപ്പിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആ ഫയലിന്റെ പേര് ഞാനിവിടെ കൊടുക്കണം, സിദ്ദീഖ് പ്രോ ഷീറ്റ്. ഈ ഫയൽ പേരിൽ ഞാൻ ഉണ്ടാക്കി സേവ് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ രീതി എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഫയലിന്റെ പേരിൽ ഇവിടെ എന്തായി ഓപ്പണായി കിടക്കുന്നുണ്ടാവും. അതാണ് ഫയലിന്റെ പേരുള്ള സിദ്ദീഖ് പ്രോ ഷീറ്റ്. ഞാൻ ക്ലോസ് ചെയ്തു. ഇനി നമുക്കത് ഡെസ്ക്ടോപ്പ് പോയി കഴിഞ്ഞാൽ കിടക്കാം, സിദ്ദീഖ് പ്രോ ഷീറ്റ്. ഇങ്ങനെയാണ് നമുക്ക് 365 ഓണും അതേപോലെ ക്ലോസ് ചെയ്യണമെന്ന കേസും വരുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ ഓൾ ദി മെമ്പേഴ്സ് ദിസ് ഗ്രൂപ്പ്. ഇനി ഇതുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. താങ്ക് യു ഓൾ ദി മെമ്പേഴ്സ്.